ഇന്ന് എൻ്റെ അനുഭവ സാക്ഷ്യം പറയുന്ന ഒരു ഓപ്ഷനാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നതിനോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു 5 മിനിറ്റിലോ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്കെല്ലാവർക്കും ഒരു വചനം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വചനം വായിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ അത് നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. ആണോ? വായിച്ചേ. ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. സ്തോത്രം. ഈ വചനം എന്റെ ജീവിതത്തിൽ എങ്ങനെ നിറവേറി എന്നത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് യൂത്ത് മീറ്റിംഗ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് യവനക്കാർക്ക് ഒരു പ്രചോദനം ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറയുമ്പോൾ അവരത് ഏറ്റെടുക്കുവാനും അവരുടെ ജീവിതത്തിൽ അത് ദൈവസന്നിധിയിൽ പ്രാപിക്കാനും കഴിയുന്ന ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാത്മാവ് ഈ വചനം നൽകി. അതായത് സന്ദർഭം എന്തെന്ന് പറഞ്ഞ, ഞാൻ ബൈബിൾ കോളേജിൽ പോയപ്പോൾ മക്കളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ബൈബിൾ കോളേജിൽ പോയപ്പോൾ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പഠിച്ചത് എൻ്റെ മാതൃഭാഷ തെലുങ്കായിരുന്നു. ആ ഭാഷ ഞാൻ സംസാരിക്കുമ്പോൾ ബൈബിൾ കോളേജിലെ മറ്റേ വേറെ ഭാഷ സംസാരിക്കാൻ പാടില്ലെന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ ഭാഷ അറിയാവോ? വേറെ ഒന്നും അറിയില്ല, എനിക്ക് തെലുങ്ക് മാത്രം അറിയാം. ഇവിടെ നമ്മൾ മലയാളം ജനിച്ചത് തൊട്ട് എങ്ങനെ പഠിക്കുന്നു അങ്ങനെ മലയാളിക്കാർക്ക് മലയാളം അറിയുന്നത് പോലെ തെലുങ്കുകാർക്കായാൽ ഞങ്ങൾക്ക് തെലുങ്ക് മാത്രം അറിയുമായിരുന്നു. അവിടെ പോയപ്പോൾ അവര് ഒരു വാക്കുപോലെ തെറ്റി നമ്മുടെ ഭാഷ സംസാരിച്ച 5 രൂപ മുതൽ ഫൈനായിരുന്നു. എന്നും കൊടുക്കാനുണ്ടോ? അതും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പഠിക്കുവാനൊന്നും മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് എഴുതുവാൻ മാത്രമേ എനിക്കറിയാം, സംസാരിക്കുവാൻ അറിയില്ല. ഹൗ ആർ യു എന്ന് പറഞ്ഞ ഫൈൻ എന്ന് പറയാൻ അറിയാം. വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞ് സിൽവിയ എന്ന് പറയാൻ അറിയാം. അതിനപ്പുറം കൂടുതൽ എനിക്കൊന്നും അറിയില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുന്നത് അവിടെ എൻ്റെ സ്വദേശത്തിന് വന്ന അല്ലെ ഭാഷ സംസാരിക്കുന്ന അനേക സഹോദരിമാരുണ്ട്. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ, നീ ഡിഗ്രി പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ആളല്ലേ, അപ്പൊ നിനക്ക് ഇത്രേ പോലെ ഇംഗ്ലീഷ് അറിയത്തില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് എൻ്റെ റിസൾട്ട്സ് വന്നു ഡിഗ്രിയുടെ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതിന് കോളേജ് മുഴുവൻ അറിഞ്ഞു. മിക്ക ബൈബിൾ കോളേജിലോ അങ്ങനെ ഡിഗ്രി പാസ്സായി ഉടനെ ആരും പോകാറില്ല. അന്നത്തെ കാലം തോട്ടുവരോ അല്ലെ ഇങ്ങനെ മനസ്സില്ലാത്തവരോ വേറെ കാര്യത്തിന് അങ്ങനെ അയക്കാറുള്ള ഒരു ചിന്ത ഉള്ള കാലഘട്ടമായിരുന്നു. അങ്ങനെ നീ ഫസ്റ്റ് ക്ലാസ് പഠിച്ചിട്ട് വന്ന് ഇവിടെ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലെന്ന് പറയുന്നു, നാണമില്ലാത്ത രീതിയിലാണ് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചോദിക്കാൻ എനിക്ക് മടിയായി. അപ്പൊ ഞാൻ ദൈവസന്നിധിയിലാണ്, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് ഭാഷ തന്നെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യാം, ഞാനൊന്നും ജോലിക്ക് പോകത്തില്ല. എനിക്ക് വേല ചെയ്യുവാനോ അല്ലെ ഇവിടെ പിടിച്ചു നിൽക്കുവാനോ ഭാഷ തരണമേ അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വചനം എന്നോട് സംസാരിച്ചു. സ്തോത്രം. എന്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ചത്, മക്കളെ, നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? മുട്ടയിലെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ വേദപുസ്തകം എടുത്ത് വായിക്കണം. മനസ്സിലായോ? ഇതാണ് എൻ്റെ ഡാഡി എനിക്ക് പഠിപ്പിച്ചത്. സ്തോത്രം. ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് വേദപുസ്തകം. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ ഞാൻ വേദപുസ്തകം തുറന്ന് വായിച്ചപ്പോൾ ദൈവം ഇത് ഈ വചനത്തോട് എന്നോട് സംസാരിച്ച ഉടനെ ഞാൻ തീരുമാനിച്ചു, എല്ലാ ശനിയാഴ്ച ഷോപ്പിങ്ങിന് പോകുന്ന ഒരു പതിവുണ്ട് അവിടെ. ഞാൻ ഷോപ്പിങ്ങിനൊന്നും പോകാതെ, ദൈവമേ എനിക്ക് ഈ വചനം തന്നല്ല, എന്നോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഞാൻ ജ്ഞാനം തരുവ്, നിനക്ക് ആവശ്യമായ സമൃദ്ധിയായി ജ്ഞാനം തരുവെന്നല്ലേ പറഞ്ഞ്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ഏറ്റവും മുകളിലത്തെ നില 3ാമത്തെ ഫ്ലോറിലോട്ട് പോയി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഒരു കാലി പ്ലേസ് ഉണ്ട്. ആ ചെറിയ മൂലയ്ക്ക് കയറി ഞാൻ ഈ വചനം പിടിച്ച് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്ഥലം ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് രാവിലെ 10 മണിക്ക് തുടങ്ങി പ്രാർത്ഥിച്ച് ഒരു 3 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ നാവ് എനിക്കറിയാതെ തന്നെ കുറെ ഭാഷകൾ സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായി. സ്തോത്രം. അപ്പോൾ ഞാൻ അന്നത്തെ അന്യഭാഷ ഞാനൊന്നും പ്രാപിച്ചില്ല, അത് അന്യഭാഷ അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്കുകൾ, അതിന്റെ മീനിങ് എനിക്ക് ശരിക്കറിയത്തില്ല. അപ്പം ഒരു 3:30 ആയപ്പോഴത്തേക്ക് സെന്റൻസ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷ എൻ്റെ വായിലൂടെ വരുമായിരുന്നു. സ്തോത്രം. അപ്പൊ ഓരോ സെന്റൻസ് ആയിട്ട് ഫസ്റ്റ് വേർഡ്സ് വന്നു, പിന്നെ സെന്റൻസ് ആയിട്ട് വന്നു. ഇത് 3:30 തൊട്ട് 4:30 5 മണി വരെ ഞാൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. അങ്ങനെ എൻ്റെ നാവിനെ എന്താ പറയുന്ന ഹോസ്റ്റലിന്റെ റൂംസിന്റെ മുകളിലത്തെ മുറിയിലെ ദൈവം തൊട്ട്. സ്തോത്രം. എൻ്റെ നാവില് ഇംഗ്ലീഷ് ഭാഷ ദൈവം പകർത്തി. അങ്ങനെ 1 അവർ ഞാൻ 3:30 തൊട്ട് 5 മണി വരെ ഇംഗ്ലീഷ് ഭാഷ തന്നെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പിന്നെ താഴോട്ട് വന്നു. എൻ്റെ ഉള്ളിലുള്ള പഠിക്കാനുള്ള ഭയം പോയി. അന്ന് എന്നെ സാർമാർ എന്ത് ചെയ്തറിയാമോ? ഞാൻ പഠിക്കാൻ പോയത് മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി കോഴ്സാണ്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കോഴ്സ്. അത് ആ കോഴ്സ് പഠിക്കാൻ ഞാൻ ക്യാപ്പബിൾ അല്ലെന്ന് അവർ എന്ത് ചെയ്തു? ബാച്ചിലർ ഓഫ് തിയോളജി പഠിക്കുവാന് എന്നെ ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട്, മോളെ നീ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നീ പോയി BTH പഠിക്കുന്നു പറഞ്ഞ് എന്നെ BTH ഇരുത്തി. കാരണം ഇംഗ്ലീഷ് അറിയില്ല. അപ്പം ഈ എക്സാംസിൽ നിന്നെ ഞങ്ങൾ ഒബ്സർവ് ചെയ്യും. നീ ഈ എക്സാമില് നന്നായിട്ട് പഠിച്ച് പാസ്സായ പ്രൊമോഷൻ തരും, അല്ലെങ്കിൽ നീ ഈ ക്ലാസ്സിൽ തന്നെ തുടരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് പ്രിൻസിപ്പാലും മറ്റേ അക്കാഡമിക് ഡീൻ എല്ലാവരും പറഞ്ഞപ്പോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അന്ന് എനിക്ക് ദൈവം തന്നെ ആ ഇംഗ്ലീഷ് ഭാഷ വെച്ച് ഞാൻ പഠിക്കുമ്പോഴെല്ലാം എനിക്ക് മനസ്സിലാവും. അതുവരെ എനിക്ക് വായിക്കാൻ അറിയാം, മനസ്സിലാക്കാൻ അറിയത്തില്ലായിരുന്നു. മനസ്സിലാക്കാൻ ദൈവം സഹായിച്ചു. പിന്നെ എൻ്റെ കൂടെ ഉള്ള സഹോദരിമാർ, അവർ നമ്മളെ പോലെ ഇവാഞ്ചലിസംക്ക് മന്ത്ലി ഒരിക്കലുണ്ട്. അവർ കൂടെ പോകുമ്പോൾ എന്നോട് പറയും, സിൽവിയ നിന്റെ മാതൃഭാഷ അല്ലേ, അപ്പൊ നീ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറഞ്ഞ അവർ പറയുന്നതെല്ലാം എൻ്റെ തലയില് എക്സാക്ട് തെലുങ്കിലോ ദൈവാത്മാവ് തർജ്ജമാക്കി തരുമായിരുന്നു. അപ്പൊ അവര് അതിനു മുമ്പ് കൊണ്ടുപോകുന്ന പിള്ളേരിനേക്കാൾ എഫക്റ്റീവ് ആയിട്ട് പറയുവാന് ദൈവം എന്നെ ഉപയോഗിച്ചു. അങ്ങനെ ഓരോ ഭവനങ്ങളിൽ കയറി ഇരുന്നപ്പോ അവരോട് നോർത്ത് ഈസ്റ്റ് പിള്ളേരാണ്, അരുണാചൽ മുതൽ നാഗാലാൻഡ്, അസം, മണിപ്പൂർ ഇങ്ങനെയുള്ള പിള്ളേർക്ക് തെലുങ്കറിയില്ല. അവർ കുറച്ച് ഇംഗ്ലീഷ് പറയുന്നതെല്ലാം ദൈവം എന്നെ തർജ്ജമ എന്റെ ഹൃദയത്തിൽ തന്നെ പറയുവാൻ സഹായിക്കുമായിരുന്നു. അങ്ങനെ അവരോട് പറയുവാൻ ഇടയായിരുന്നു. പിന്നെ ഞാൻ എക്സാംസ് പ്രിപ്പയർ ആയി എക്സാംസ് എഴുതുവാൻ ദൈവം സഹായിച്ചു. ഈ ദൈവമക്കളെ ഞാൻ പറയട്ടെ, എൻ്റെ കൂടെ ആ BTHല് പിന്നെ MD ഫസ്റ്റ് സെമിസ്റ്ററിൽ ഇരിക്കുന്ന പിള്ളേരിനേക്കാൾ എല്ലാവരിനേക്കാളും എനിക്ക് പുതിയായിട്ട് വന്ന ആ ബാച്ചിൽ എനിക്കാണ് ദൈവം നല്ല മാർക്ക് തന്നെ. സ്തോത്രം. ഒരു സബ്ജക്ട് പോലെ തോക്കാതെ എല്ലാ സബ്ജക്ട് പാസ്സാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ആ സാറുമാർ കണ്ട് ഷീസ് ക്യാപ്പബിൾ, കുഴപ്പമില്ല, ഇനി കയറി വരാന് സാധ്യതയുണ്ട്, എല്ലാം ജയിച്ചല്ലോ, തോട്ടില്ലല്ലോ. അവർ എനിക്കൊരു ഓപ്ഷൻ പറഞ്ഞു, തോട്ടാൻ ഇവിടെ തന്നെ ഒരു സബ്ജക്ട് പോലെ തോട്ടില്ല. സ്തോത്രം. അങ്ങനെ ദൈവം എനിക്ക് വിജയം തന്നു. ദൈവം എന്നെ ആ താഴത്തെ സ്റ്റെപ്പിൽ പിന്നെ കയറി വരുവാൻ സഹായിച്ചു. അങ്ങനെ 3 വർഷക്കാലം MD പഠിച്ച് അവിടെ വിജയിക്കുവാൻ ദൈവം സഹായിച്ചു. പിന്നെ ഞാൻ ദൈവസന്നിധിയിൽ ഒരു കാര്യം പറഞ്ഞു, ദൈവം ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഞാനത് ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി അപ്പനെ അമ്മേനെ സഹായിക്കണമെന്നില്ല. ഞാൻ ഈ വചനം പിടിച്ച് എവിടെ പോയാലും ഞാൻ വേല ചെയ്യുമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ദൈവം എന്നെ കർത്താവിന്റെ വേലയിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. അത് മാത്രമല്ല, അതിന് തുടർച്ച ഞാൻ പറയട്ടെ, അനേകർക്ക് ട്രാൻസ്ലേഷൻ ചെയ്തതിന് ശേഷം ബൈബിൾ കോളേജില് നെക്സ്റ്റ് കല്യാണം കഴിച്ച് 1-2 വർഷങ്ങൾക്ക് ശേഷം
അമേരിക്കയിൽ നിന്ന്, പിന്നെ കാനഡ, ആഫ്രിക്ക, ഇങ്ങനെ മറ്റ് നമ്മുടെ കോഗോപ്പക്കാർ സഭയിലെ ആദ്യമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ എല്ലാ ലീഡേഴ്സ് കൂടുന്ന ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ദൈവം ആ കൺവെൻഷനിൽ വന്ന എല്ലാവർക്കും അല്പം അവർ ഗ്രീറ്റിംഗ്സ് പറയാൻ നിൽക്കും. അന്നേരം എന്നെ ട്രാൻസ്ലേഷൻ ചെയ്യുവാനേ ആ സഭയിൽ നിർത്തി. അതിന് ആ സഭയിലെ ഇരിക്കുന്ന ആൾക്കാർ സമൂഹം എന്ന് പറഞ്ഞ 3000 4000 5000 വരെ കൂടി വരുന്ന ഒരു കൺവെൻഷൻ ആയിരുന്നു. അതില് എന്നെ ദൈവം നിർത്തി ട്രാൻസ്ലേഷൻ ചെയ്യുവാനും. അറൗണ്ട് നമ്മുടെ കൺവെൻഷനിക്ക് 20 കൺട്രീസിനുണ്ട് അന്ന് വന്നത്. അവർക്കെല്ലാം 20 രാജ്യക്കാർക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുവാനും ദൈവം എന്നെ ഉപയോഗിച്ചു. ഇന്നും കർത്താവിന്റെ വേലയിലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി ഞാൻ ഗ്രാമർ പഠിച്ചില്ല, ഇംഗ്ലീഷ് ഭാഷന് വേണ്ടി ഞാൻ പുസ്തകങ്ങൾ അന്വേഷിച്ചില്ല, ഇംഗ്ലീഷ് ഭാഷന് വേണ്ടി വേറെ ആരിനും ഞാൻ ചോദിച്ചില്ല. സ്വർഗത്തിലെ ദൈവം എന്റെ നാമത്തെ അനുഗ്രഹിച്ചു. സ്തോത്രം. നമുക്ക് എന്ത് ആവശ്യമുണ്ടേലും ഏത് രീതിയിൽ ജ്ഞാനം കുറവാണെങ്കിൽ അത് നമ്മൾ ദൈവത്തോട് ചോദിച്ച ദൈവം നമുക്ക് തരുമോ? നമ്മളെ നിശ്ചയമായി അനുഗ്രഹിക്കൂ. വാക്ക് തന്ന ദൈവം മാറാത്ത ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളിൽ മക്കളെ, നിങ്ങൾ പഠിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടുണ്ടേലും എന്ത് പ്രയാസം നിങ്ങൾക്ക് തോന്നാലും അത് കർത്താവിന്റെ സന്നിധിക്ക് കൊണ്ടുവന്ന് ദൈവത്തോട് ചോദിക്കുക. എനിക്ക് ജ്ഞാനം നൽകണമെന്ന് ചോദിച്ച ദൈവം അത് നിശ്ചയമായി തരൂ. നമ്മൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യൂ. ഗോഡ് ബ്ലെസ് യു.